നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് ഇപ്പൊ നിങ്ങളെ ആരോ അവഗണിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഫോൺ എടുക്കുന്നില്ല, കോൾ എടുക്കുന്നില്ല, മെസ്സേജിന് റെസ്പോൺസ് ഇല്ല, ചിലര് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, ചിലര് കണ്ടാല് വഴിമാറി നടക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ്, ആരാണ് നിങ്ങളെ അവഗണിക്കുന്നത്, എന്തുകൊണ്ടാണ് അവഗണിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എനിക്കൊരു പേഴ്സണൽ റീഡിംഗ് വന്നതാണ്, അപ്പൊ ഞാൻ ജനറൽ റീഡിംഗും കൂടെ ആക്കിയിടാന്ന് വിചാരിച്ചു. 3 പേരുടെ റീഡിംഗ് ആണ് ഞാൻ നോക്കുന്നത്. 1 2 3 പേർക്കുള്ള റീഡിംഗ് ആണ് ഞാൻ നോക്കുന്നത്. അപ്പോ ഞാൻ കാണിച്ചത് എന്താന്ന് വെച്ചാൽ, ചിലര് പറയും വെച്ചാലല്ലേ എനിക്ക് കാണാം, ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഒന്ന് വെക്കുകയാണ്. 1 2 3 ഇതിൽ ഏത് നമ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോ ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിങ്ങിന് വന്നതുകൊണ്ട് ആ വ്യക്തിക്ക് റെസനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ജനറൽ റീഡിംഗ് ആണ്, ഇവിടെ എത്ര പേർക്ക് റെസനേറ്റ് ചെയ്യുന്ന അറിയില്ല. എത്രത്തോളം റെസനേറ്റ് ചെയ്താലും നിങ്ങൾ ഇത് കണ്ടിട്ട് ഒരു ഡിസിഷൻ എടുക്കരുത്. നിങ്ങൾക്ക് പേഴ്സണൽ ഇങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം, നമുക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കാം കേട്ടോ. അപ്പോ ഞാൻ ഒന്നാമത്തെ നമ്പർ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കണം. അപ്പൊ ഈ ഒരു റീഡിങ്ങിനെ കുറിച്ച്, നിങ്ങളെ അവഗണിക്കുന്നവരെ കുറിച്ച്, ആ ഒരു ബന്ധത്തെ കുറിച്ച് നിങ്ങൾ എന്താണ് അറിയേണ്ടത്, അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഭഗവാനെ, ഓം നമഃ ശിവായ. ചിലർക്ക് കാർഡ് കാണണം എന്ന് പറയാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ലൈറ്റ് ഇട്ടത്. ഭഗവാനെ, ഓം നമഃ ശിവായ. നമുക്ക് ആദ്യം ഓറക്കൽ മെസ്സേജ് വെച്ച് തുടങ്ങാം. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഇവിടെ കുറച്ച് കാർഡുകൾ മറിഞ്ഞിട്ടുണ്ട്. ഭഗവാനെ, അപ്പോ ഇത്രയും കാർഡുകളാണ് മറിഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒന്നാമത്തെ കാർഡ് ഭൈരവന്റെ കാർഡാണ്. ഭൈരവനോട് പ്രാർത്ഥിക്കണം, നിങ്ങളുടെ ഉള്ളിലുള്ള പേടി മാറണം. ചില സമയത്ത് നിങ്ങൾക്ക് പേടിയുണ്ട്, എന്തോ നടക്കാൻ പോകും, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം നടക്കാൻ പോകും, നിങ്ങൾക്ക് എന്തോ നഷ്ടമാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഭയങ്കര പേടിയുണ്ട്. അപ്പൊ ആ പേടി മാറാൻ വേണ്ടി, നിങ്ങൾക്ക് ധൈര്യം കിട്ടാൻ വേണ്ടി നിങ്ങൾ മിഥ്യയായ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മറഞ്ഞു പോകാൻ വേണ്ടി നിങ്ങൾ ഭൈരവനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് കാണണം, അതിന് ജ്ഞാനം വേണം. അപ്പോ ഇരുള് മാറിയിട്ട് വെളിച്ചം വരണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്നുവെച്ചാൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ദൈവം തരണമെന്ന് പ്രാർത്ഥിക്കണം. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന കുറെ കാര്യങ്ങൾ ഇപ്പൊ സംഭവിക്കാൻ തുടങ്ങും. അപ്പോ നമ്മള് എന്താ പറയാ, ഡിവൈൻ ടൈമിംഗ് എന്ന് പറയില്ല, ആ സമയം ചിലരുടെ ജീവിതത്തിൽ വന്നെത്തിയിട്ടുണ്ട്. അപ്പൊ പല കാര്യങ്ങളും ഇപ്പൊ നടക്കാൻ തുടങ്ങും. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ അത് നിങ്ങൾക്ക് വളരെ മിസ്റ്റിക്കൽ ആയിട്ട് തോന്നുന്നു, വെച്ചാൽ വളരെ മിസ്റ്ററി ആയിട്ട്, ഒരു മിറക്കിൾ ആയിട്ടൊക്കെ തോന്നുന്ന ഒരു അവസ്ഥ. പിന്നെ ലോ ഓഫ് കർമ്മ, റീപ്പിംഗ് വാട്ട് യു സോ എന്ന് വെച്ചാല് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണം. അതില് കൂടെ അനുഭവിക്കാൻ ചിലപ്പോ മക്കളോ ഭാര്യയോ ഭർത്താവോ ഒക്കെ ഉണ്ടാവുമായിരിക്കും, എന്നാലും കൂടുതലും നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പോ സൂക്ഷിച്ച് ജീവിക്കുക കേട്ടോ. ദൈവത്തിനെ മറന്ന് ഒന്നും ചെയ്യാതിരിക്കുക. ഭഗവാനെ, താങ്ക് യു. അപ്പോ നമുക്ക് ഒന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോവാം. ടാരോ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. അപ്പോ നിങ്ങളും അവരും തമ്മിലുള്ള എനർജി എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നിങ്ങളും നിങ്ങളെ അവഗണിക്കുന്ന ഈ വ്യക്തിയും തമ്മിൽ എന്ത് എനർജിയാണ്?
നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ എന്ത് എനർജിയാണ്? ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ എന്ത് എനർജിയാണ്? എന്താണ് നമ്മൾ നോക്കുന്നത്? ഏസ് ഓഫ് കപ്സ്. ഇത് പുതിയൊരു ലവ് റിലേഷൻഷിപ്പ് ആണല്ലോ. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആവണം എന്നില്ല. ചിലപ്പോൾ ഈ സോഡിയാക് സൈൻസ് അവരുടെ ബർത്ത് ചാർട്ടിൽ ഉണ്ടാവും. അപ്പോ നിങ്ങൾ തമ്മിൽ സ്നേഹബന്ധമാണ്. ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം. പുതിയതായിട്ട് പരിചയപ്പെട്ട ആരോ ആണ്. പക്ഷെ ഇപ്പോ നിങ്ങളെ അവർ അവഗണിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. എന്തുകൊണ്ടാണ്? ഇത് കിങ് ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ്. കിങ് ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് എന്ന് പറയുമ്പോ അത് അത്ര വലിയ ഹാപ്പി ആയിട്ടുള്ള ഒരു എനർജി അല്ല. പൈസക്ക് ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറെ നഷ്ടങ്ങളുണ്ട്. അപ്പൊ നമ്മളോട് റിലേഷൻഷിപ്പിൽ വരുന്ന ആളുകള് നമ്മളോട് മിണ്ടാതാവുമ്പോൾ നമ്മളോടുള്ള ദേഷ്യമാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അവരുടെ ജീവിതത്തില് നിങ്ങളോട് പറയാത്ത കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അത് പണത്തിന്റെ പ്രശ്നമാണ്. അപ്പോ എന്തൊക്കെയോ പ്ലാനിങ് ഉണ്ടായതൊക്കെ പാളിപ്പോയി. ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് വ്യക്തിക്ക്. ചിലപ്പോൾ ജോലി തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അപ്പൊ അതിൻ്റെതായ ഒരു ടെൻഷനിലാണ് ഈ വ്യക്തി എന്നാണ് പറയുന്നത്. അപ്പോ ഇത് ഒരു ഇവിടെ 10 ഓഫ് പെന്റക്കിൾസും കാണിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു ഫാമിലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ തൽക്കാലത്തേക്ക് ഈ വ്യക്തി ടെൻഷനിലാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ ഒറ്റ കാർഡ് കൊണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. എന്നാലും നമുക്ക് ചോദിക്കാം, അപ്പൊ എന്തുകൊണ്ടാണ് അവഗണിക്കുന്നത് നമ്മൾ ചോദിച്ചിട്ടില്ല. ആരാണ്? നിങ്ങളുടെ എനർജി എന്താണ്? നിങ്ങൾ തമ്മിലുള്ള എനർജി എന്താണ്? നിങ്ങൾ തമ്മിൽ സ്നേഹമാണ്. ഈ വ്യക്തി സ്നേഹമാണെങ്കിലും എന്താണ് ഇപ്പൊ ഈ വ്യക്തിയുടെ എനർജി എന്ന് നോക്കുമ്പോൾ ഈ വ്യക്തിക്ക് പണനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങളുമായിട്ടൊരു ഫാമിലി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി കേട്ടോ. അപ്പൊ നല്ലൊരു എനർജിയാണത്. എന്തുകൊണ്ടാണ് നിങ്ങളെ അവഗണിക്കുന്നതെന്നാണ് നമ്മളുടെ അടുത്ത ചോദ്യം. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ പണത്തിന്റെ പ്രശ്നമാണ്. ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. അപ്പൊ എന്തുകൊണ്ടാണ് ഇവര് നിങ്ങളെ അവഗണിക്കുന്നത്? ഇവർക്ക് അവരെ എടുത്താ പൊങ്ങാത്ത തരത്തില് എന്ന് വെച്ചാല് ഇവരെല്ലാം റെസ്പോൺസിബിലിറ്റി കൂടുതലല്ല. നമ്മള് കൂടുതൽ ഉത്തരവാദിത്തോടെ പെരുമാറുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നമ്മളിലേക്ക് വന്നു കയറും. എന്ന് വെച്ചാൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ആളാവുമ്പോഴത്തേക്കും എന്ന് വെച്ചാൽ വ്യക്തിക്ക് ഫാമിലി ഒരു ഇതില്ല, സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന, പൈസ കിട്ടിയ അങ്ങനെയൊക്കെ ജീവിക്കുന്നവർക്ക് അധികം റെസ്പോൺസിബിലിറ്റി വരാൻ ബുദ്ധിമുട്ടാണ്. റെസ്പോൺസിബിലിറ്റി കാരണം നമ്മൾ അംഗീകരിക്കണം, നമ്മൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന്. നമ്മളെ അംഗീകരിക്കുന്നില്ല, നമ്മൾ അത് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇവിടുത്തെ ഈ നിങ്ങളുടെ വ്യക്തി വളരെ റെസ്പോൺസിബിൾ ആയ ഒരാളാണ്. അപ്പൊ നിങ്ങളോടും റെസ്പോൺസിബിൾ ആണ് ഈ വ്യക്തി. അതുകൊണ്ടാണ് ഇപ്പോ കല്യാണം നടക്കാം, വീട്ടിൽ വന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് സംസാരിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ ആള് പെട്ടെന്ന് നിങ്ങളുടെ മെസ്സേജസിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല, കോൾ എടുക്കുന്നില്ല. വല്ലപ്പോഴും ഒക്കെ കോൾ എടുക്കും, റെസ്പോണ്ട്. കാരണം കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചർ ആണ്, ഇപ്പോഴത്തെ കാര്യമല്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇവിടെ എന്തുകൊണ്ടാണ് അവഗണിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 2 കാർഡുകൾ വന്നിട്ടുണ്ട്. ഈ വ്യക്തി ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്, ഇതൊരു പഴയ റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, നിങ്ങൾ തമ്മിൽ ഫാമിലി ഫ്രണ്ട്സ് ആയിരിക്കാം, ഒപ്പം കളിച്ചു വളർന്നവര്, ഒപ്പം പഠിച്ചു വളർന്നവരെല്ലാമാണ് നിങ്ങള്. പക്ഷേ ഒരു ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് തമ്മിൽ പരിചയം ഉണ്ടെന്ന്, നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്ന് മാത്രം പോരാ, നമുക്ക് വേറെ കുറെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പൊ ആ ഉത്തരവാദിത്തങ്ങള് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അതിനുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു പരിതസ്ഥിതി ഈ വ്യക്തിക്ക് നഷ്ടമായിട്ടുണ്ട്. കുറെ പണം നഷ്ടമായിട്ടുണ്ട്, അല്ലെ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളെ അവഗണിക്കുന്നതെന്നാണ് പറയുന്നത്. നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട് ഈ വ്യക്തി. നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ നൊസ്റ്റാൾജിക് ഫീലിംഗ് എല്ലാം ഈ വ്യക്തിക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പൊ സ്മൂത്ത് ആയിട്ട് പോവില്ല, ഇതൊരു നഷ്ടബോധമുണ്ട്. നിങ്ങളോട് സംസാരിക്കാതിരിക്കുന്നതിലും എല്ലാം നഷ്ടബോധമുണ്ട് വ്യക്തിക്ക്. പക്ഷേ ഇനിയിപ്പം നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങള് വേറെ ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ. കാരണം ഈ വ്യക്തിക്ക് വാക്ക് പാലിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നല്ലൊരു ഭാവി, നല്ല കുടുംബത്തില് നല്ല നമ്മൾ ലക്ഷൂറിയസ് ആയിട്ട് ജീവിച്ചിട്ട് പണമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകുമ്പോൾ എത്ര സ്നേഹം ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് ഈ വ്യക്തിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ നിങ്ങൾ നല്ല പണമുള്ള വീട്ടിലെ ആളാണെങ്കിൽ ഈ വ്യക്തി ഇപ്പൊ നിങ്ങളെ സ്വീകരിച്ചു കഴിഞ്ഞാല്
നിങ്ങൾ ഈ വ്യക്തിയെ കുറച്ച് കഴിയുമ്പോൾ ഈ പണത്തിന്റെ ബുദ്ധിമുട്ട് കണ്ട് വെറുക്കാൻ തുടങ്ങും. അതാണ് ഈ വ്യക്തി വിചാരിക്കുന്നത്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകുന്തോറും കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ വലിയൊരു സങ്കടത്തിലാണ് തീരാൻ പോകുന്നത്. അപ്പൊ അത് വേണ്ട. അതിനു മുമ്പേ നിങ്ങൾ ഫ്രണ്ട്സ് ആണ്. ആ ഫ്രണ്ട്ഷിപ്പിൽ നിന്നാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പതുക്കെ നടന്നു കയറിയപ്പോഴാണ് ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന ഈ ഒരു കാര്യം കൊണ്ടാണ് കേട്ടോ. അല്ലാതെ നിങ്ങൾ ദേഷ്യമുള്ളത് കൊണ്ടോ നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടോ അല്ല. നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങൾ നഷ്ടപ്പെട്ടാലോ എന്ന് പേടിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു അവസ്ഥയിലല്ലാത്തത് കൊണ്ടാണ് നിങ്ങളെ അവഗണിക്കുന്നത്. Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio. വളരെ ഇമോഷണൽ ആയ ചിന്തകളിലാണ് നിങ്ങളെ കുറിച്ച് വളരെ ഇമോഷണൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. നിങ്ങളോട് വളരെ ഇമോഷണൽ ആയിട്ട് അറ്റാച്ച്ഡ് ആയ ഒരാളാണ്. നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാം തരണം, നിങ്ങൾക്ക് ഒരു കാര്യത്തിലും അല്ലൽ ഉണ്ടാവരുത് ഈ വ്യക്തിയുടെ കൂടെ പോയാൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. വളരെ നല്ല എനർജിയാണ്. അപ്പൊ ഈ വ്യക്തി നിങ്ങളെ അവഗണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദേഷ്യപ്പെടരുത്. ഈ വ്യക്തിയുടെ പുറകെ നടന്ന് ബുദ്ധിമുട്ടിക്കരുത്. വ്യക്തി സമയമാവുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും കേട്ടോ. ഇനി നമ്മൾ രണ്ടാമത്തെ നമ്പർ എടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഭഗവാനേ ഓം നമഃ ശിവായ. ഈ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള എനർജി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളെ അവഗണിക്കുന്ന ഈ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള എനർജി എന്താണ് ഇപ്പോഴത്തെ? ഭഗവാനേ ഓം നമഃ ശിവായ. ഒരു കാർഡ് ആദ്യം വന്നു. ഇത് ലിയോ സോഡിയാക് സൈൻ ആൻഡ് സ്ട്രെങ്ത് റിവേഴ്സ് ആണ്. ഇത് ചിലപ്പോ നിങ്ങളുടെ ഒരു മെന്റർ ആയിരിക്കാം, നിങ്ങളുടെ മാനേജർ ആയിരിക്കാം, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളായിരിക്കാം. ഈ വ്യക്തി ശരിക്കും പറഞ്ഞാല് ഈ വ്യക്തിക്ക് ഒരു സെൽഫ് ഡൗട്ട് ഉണ്ട്. ചിലപ്പോ നിങ്ങളെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ വ്യക്തി വിചാരിക്കുന്നത്, കാരണം നിങ്ങൾക്ക് കുറെ അധികം ആളുകൾ നിങ്ങളുടെ പുറകെ നടക്കുന്നുണ്ട്, അപ്പൊ അവരുടെ ഒപ്പം എത്തില്ല. നിങ്ങൾ ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങൾക്ക് ചേർന്ന ഒരാളല്ല എന്നൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുണ്ട്. വളരെ ഇൻസെക്യൂർഡ് ആണ്. ഇത് ഒരു മാനേജറും എംപ്ലോയിയും തമ്മിലുള്ള ഒരു ബന്ധമാണെങ്കിൽ മാനേജർ ഭയങ്കര സ്ട്രോങ് ആണ്, ഇഷ്ടംപോലെ പണമുണ്ട്, പ്രശസ്തിയുണ്ട്, ഞാൻ നിങ്ങൾക്ക് ചേർന്നതല്ല എന്നൊരു ചിന്ത ഈ വ്യക്തിക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഒരു ലവ് റിലേഷൻഷിപ്പ് ആണ്. നിങ്ങള് ഈ വ്യക്തിക്കാരനും ഉയർന്ന ലെവലിലുള്ള ആളാണെന്നൊരു ചിന്തയുള്ളത് കൊണ്ടാണ് ഈ വ്യക്തിക്ക് വളരെയധികം ഇൻസെക്യൂരിറ്റി ഉണ്ട് നിങ്ങളുടെ കാര്യം. നാളെ ഒരിക്കൽ വേറെ ബെറ്റർ ആയ ഒരാൾ വന്നാല് നിങ്ങൾ ആ വ്യക്തിയെ സ്വീകരിക്കും, വരുന്ന വ്യക്തിയെ സ്വീകരിക്കുമെന്നൊരു പേടിയുണ്ട് ഈ വ്യക്തിക്ക്. അപ്പോ 7 of Swords ആണ് ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുന്നത്, പിന്നെ ജഡ്ജ്മെന്റും. അപ്പൊ നിങ്ങളെ എന്തുകൊണ്ട് ഈ വ്യക്തിയുടെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വ്യക്തിയുടെ പുറകെ പോയതും ഈ വ്യക്തിയെ സ്വീകരിച്ചതും ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നതും എന്നൊരു ചിന്ത ഇവരുടെ മനസ്സിലുണ്ട്. കാരണം ഇവര് വിചാരിക്കുന്ന നിങ്ങളെ ഉള്ളിൽ എന്തോ വെച്ചിട്ട് പുറത്ത് വേറൊന്ന് കാണിക്കുകയാണ്, തൽക്കാലത്തേക്ക് ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾ. അപ്പൊ നിങ്ങളെ ജഡ്ജ് ചെയ്യാണ് വ്യക്തി. ഈ വ്യക്തിയുടെ ഇൻസെക്യൂരിറ്റി കൊണ്ട് നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയാണിത്. നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഈ വ്യക്തി വളരെ ഇൻസെക്യൂർഡ് ആണ്, നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നുണ്ട്. നാളെ ഒരിക്കൽ ഈ വ്യക്തിയെക്കാളും ബെറ്റർ ആയ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ നിങ്ങൾ പോകുമെന്നൊരു ഭയം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അപ്പൊ കുറച്ചൊക്കെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോ അക്വേറിയസ്, ലിബ്ര, ജെമിനി, സ്കോർപിയോ ആണ് ഇവിടെ കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്ത് കാരണം കൊണ്ടാണ് ഇവര് നിങ്ങളെ അവഗണിക്കുന്നതെന്നാണ് നമ്മളുടെ അടുത്ത ചോദ്യം. ഈ വ്യക്തി ഓൾറെഡി മാരീഡ് ആണ് കേട്ടോ, പക്ഷെ മാരേജില് ഹാപ്പി അല്ലാത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ആണ്. ഇതൊരു എംപറർ, ഇതൊരു ഫാദർ ആണ്, ഫാദറോ മദറോ സ്ത്രീയോ പുരുഷനോ ആയിക്കൊള്ളട്ടെ. അപ്പോ അതും ഒരു കാരണമാണ്. ഈ വ്യക്തി ഓൾറെഡി മാരീഡ് ആണ്, മാരേജിൽ ഒട്ടും ഹാപ്പി അല്ല. അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ആണ്. പിന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഓൾറെഡി അൺഹാപ്പി ആണ്. അപ്പൊ വീണ്ടും ഒരു അൺഹാപ്പിനെസ്സിലേക്ക് തിരിച്ചു കയറണ്ട, ഇനി പോയി കയറണ്ട എന്നാണ് ഈ വ്യക്തി വിചാരിക്കുന്നത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. ഇത് ഏരീസ് ആണ്. ഇത് അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. 10 of Pentacles നമ്മൾ ക്ലാരിഫൈ ചെയ്യുമ്പോൾ ഈ എംപറർ ഇതേ രൂപത്തിൽ ഇപ്പൊ ഈ ഒരു ഫാമിലി ഉള്ള ഒരാളാണ്, കുട്ടികളും ഭാര്യയും അല്ലെങ്കിൽ കുട്ടികളും ഭർത്താവും ഒക്കെ ഉള്ള നല്ല ഇഷ്ടംപോലെ ബന്ധുക്കളൊക്കെ ഉള്ള ബന്ധുബലമുള്ള ഒരു വ്യക്തിയാണ്. ഇത് കുറച്ച് പേരും പ്രശസ്തിയുള്ള ആളായിരിക്കാം.
അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ ഇവിടെ ഒരു അൺഹാപ്പി, ഇപ്പോഴത്തെ ഫാമിലിയിൽ ഈ വ്യക്തി ഹാപ്പി അല്ല. ഇത് ടെമ്പറൻസ് റിവേഴ്സ് ആണ്. അപ്പൊ ഇവിടെ മാക്സിമം ട്രൈ ചെയ്തു ഈ വ്യക്തി ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടിയിട്ട്, പക്ഷെ അത് കണ്ടെത്താൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ വ്യക്തി പുറത്തേക്ക് അന്വേഷിച്ചത്. അങ്ങനെയാണ് നിങ്ങളെ ഈ വ്യക്തി ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയോ നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്ന് കയറുകയോ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഏരീസ് ഉണ്ട്, സാജിറ്റേറിയസ് ഉണ്ട്. ഇനിയുള്ളത് എംപറർ ആണ്. എംപററിനെ ക്ലാരിഫൈ ചെയ്യുമ്പോൾ നൈറ്റ് ഓഫ് കപ്സ് ആണ് എംപറർ. എംപറർ ഒരു വിവാഹിതയാണെങ്കിലും ഒരു അൺമാരീഡ് ആയ ഒരു എനർജിയാണ് ഇവര് കാണിക്കുന്നത്. അപ്പോ ചിലപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ല ഈ വ്യക്തി മാരീഡ് ആണെങ്കിൽ, ഈ വ്യക്തി പറയില്ല അങ്ങനെയുള്ളവർ ഞാൻ വിവാഹിതനാണ് അല്ലെങ്കിൽ വിവാഹിതയാണ് എന്ന് സമ്മതിക്കാറില്ല. ആൾക്കാര് ചിലപ്പോ ഇവരെ അവിവാഹിതരായിട്ട് കാണാറുമുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ടെൻ ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞാല് എല്ലാത്തിനും വളരെയധികം വഞ്ചനയും എന്താ പറയാ ചീറ്റിങ്ങും അങ്ങനെയെല്ലാം എന്താ പറയാ അങ്ങനെ അനുഭവിച്ച ഒരു എനർജിയാണിത്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഉള്ളിലൊരു ഭയമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെയും സംശയിക്കുന്ന ഈ വ്യക്തി. ടെൻ ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം ചതിയും വഞ്ചനയും, പുറകിൽ നിന്ന് വളരെയധികം സ്നേഹിച്ച ആളുകൾ പുറകിൽ നിന്ന് കുത്തുകയൊക്കെ ചെയ്ത ഒരു എനർജിയാണ് ഈ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്ന ഈ വ്യക്തി. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെയും പേടി. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അക്വാരിയസ്, ലിബ്ര, ജെമിനി. ഇനി അപ്പൊ ഈ വ്യക്തിക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോ ഈ വലിയൊരു എന്താ പറയാ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെട്ട പോലെയാണ്. വീട് അതുപോലെ കുടുംബം എന്ന് പറഞ്ഞ കാര്യം ഈ വ്യക്തിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അതിൽ നിന്ന് ഒരു റിലീഫാണ് നിങ്ങളുമായിട്ടുള്ള ബന്ധം. അപ്പൊ ഇതൊരു ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടുന്ന പോലെയാണ്. നിങ്ങളൊരു സിംഗിൾ മദറോ സിംഗിൾ ഫാദറോ ആണെന്നാണ് പറയുന്നത്. അപ്പോ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വരണമെന്ന് ഈ വ്യക്തി വിചാരിക്കുന്നുണ്ട്. പക്ഷെ വേറെ ആരെങ്കിലും ഒക്കെ കാരണം നിങ്ങളൊരു സിംഗിൾ മദറോ സിംഗിൾ ഫാദറോ ആവുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പലരും വരും, നിങ്ങളെ കല്യാണം കഴിക്കാനോ നിങ്ങൾക്ക് സപ്പോർട്ട് തരാനൊക്കെ. അപ്പൊ അതൊക്കെ കാണുമ്പോഴാണ് ഈ വ്യക്തിക്ക് ഒരു കോംപ്ലക്സ് വരുന്നത്. കാരണം ഈ വ്യക്തിക്ക് അത്രയും ഓപ്പൺ ആയിട്ട് നിങ്ങൾക്കൊരു സപ്പോർട്ട് തരാൻ പറ്റില്ല. അപ്പൊ അതൊരു ബുദ്ധിമുട്ടായിട്ട് ഈ വ്യക്തിക്ക്. അപ്പൊ സീക്രട്ട് ആയിട്ടാണ് നിങ്ങളുമായിട്ടുള്ള ബന്ധം ഈ വ്യക്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പരസ്യമായിട്ട് നിങ്ങളിപ്പോ റോഡിൽ വെച്ച് കണ്ടാൽ പോലും നിങ്ങളെ മൈൻഡ് ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ ആളുകൾ അറിയരുത്. എന്നാലും നിങ്ങളോട് സ്നേഹമുണ്ട്, അട്രാക്ഷനും ഉണ്ട്. പക്ഷെ കുറച്ച് ഭയമുള്ള ഒരു വ്യക്തിയാണ്. വെർഗോ, പൈസീസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. അപ്പൊ ഇതാണ് ഈ വ്യക്തി നിങ്ങളെ അവഗണിക്കാൻ കാരണം. നിങ്ങളോട് ദേഷ്യമോ അങ്ങനെയൊന്നും വിരോധമൊന്നുമില്ല. പക്ഷെ ഈ വ്യക്തിക്ക് 4 പേര് കണ്ടു കഴിഞ്ഞാൽ, ഇവരുടെ ഫാമിലിയിൽ അറിഞ്ഞു കഴിഞ്ഞാല് അത് വലിയ പ്രശ്നമാകുമെന്നുള്ള പേടിയുള്ളത് കൊണ്ടാണ് നിങ്ങളെ ഇവര് അവോയ്ഡ് ചെയ്യുന്നത്. പരസ്യമായി കണ്ടാലും നിങ്ങളുടെ കോൾ ഇപ്പൊ ഇവരുടെ വീട്ടിലാണ് ഇവരിയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ ഇവർ ഫോൺ എടുത്തില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പൊ രണ്ടാമത്തെ റീഡിംഗ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി മൂന്നാമത്തെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. നമുക്ക് നോക്കാം നിങ്ങളും നിങ്ങൾ അവഗണിക്കുന്ന ഈ വ്യക്തിയും തമ്മിലുള്ള എനർജി എന്താണ്. അപ്പോ നമുക്ക് നോക്കാം നിങ്ങൾ തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ്. ഓക്കെ, അപ്പോ നിങ്ങൾ തമ്മിലുള്ള എനർജി എന്ന് പറയുമ്പോ ഇത് പേജ് ഓഫ് വാൻസ് ആണ്. പേജ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ഇൻസ്പിറേഷണൽ ആണ്. നിങ്ങൾ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് തമ്മില്. എല്ലാ കാര്യമുണ്ട്. നിങ്ങളുടെ ഐഡിയാസ് തമ്മിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ റിലേഷൻഷിപ്പിൽ വളരെയധികം എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ ഫ്രീ സ്പിരിറ്റ് പോലെയാണെന്ന് വെച്ചാല് ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല, പ്ലാനിങ്ങിലാണ് അപ്പൊ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ആണ്. ഇതൊരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് ആണ്. ഇത് ഒരു ലവ് റിലേഷൻഷിപ്പ് ആവാൻ ചാൻസ് കുറവാണ്. ഇതൊരു അട്രാക്ഷൻ, ഇപ്പോ അത് ലവിലേക്ക് പോയിട്ടില്ല, അതിന് മുമ്പുള്ള കണ്ടിട്ടുള്ള ഒരു അട്രാക്ഷൻ ആണ്. അപ്പൊ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്നാണ് പറയുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണത് ആ കാർഡ്. പിന്നെ അതിനെ ക്ലാരിഫൈ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇത് ലവിന്റെ കാര്യം നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഇതൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്കാണ് പോകുന്നത്. കാരണം ലവ് എന്നുള്ള ഒരു ഫീലിംഗ്
നമ്മൾ ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ടു, അതൊരു ലവ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നതാണ്. ലവ് പിന്നെയാണ് വരുന്നത്. ഒരാളെ കാണുമ്പോൾ നമുക്കൊരു അട്രാക്ഷൻ ആണ് വരുന്നത്. ആ ഒരു അട്രാക്ഷൻ ആണ് നിങ്ങൾക്കുള്ളത്. ഇവിടെ ജസ്റ്റിസ് കാർഡ് കാണിക്കുന്നുണ്ട്. ജസ്റ്റിസ് കാർഡ് എന്ന് പറഞ്ഞാൽ സത്യം തുറന്ന് പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ റിലേഷൻഷിപ്പ് മിക്കവാറും ഒരു സ്നേഹബന്ധത്തിലേക്ക് പോകാനോ ഇതിനൊരു ഫ്യൂച്ചറോ ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കാം. കാരണം ലവ് കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതില് വേറെ തരത്തിലുള്ള ഒരു ഫ്യൂച്ചർ, ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിട്ട് തുടരാം, ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോകാം. പക്ഷെ അത് ബ്രേക്ക് ആവണം എന്നില്ല. അതൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് ഡെവലപ്പ് ചെയ്യാം. ആ കാര്യം ഇവിടെ സ്നേഹം അല്ല, ഇവിടെ ഒരു ഫ്യൂച്ചർ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന കാര്യം രണ്ടുപേരുടെയും മനസ്സിലുണ്ടെങ്കിലും നിങ്ങൾ അത് തുറന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരാൾ അത് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ലീബ്ര ഉണ്ട്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അത് ഫ്യൂച്ചറിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും സ്നേഹിക്കുന്നത്, കാണുന്നതും പരിചയപ്പെടുന്നതും നമുക്കൊരു ഇഷ്ടം തോന്നുമ്പോൾ ആ വ്യക്തിയെ വിവാഹം കഴിക്കണമെന്ന് നമ്മൾ അങ്ങ് ചിന്തിച്ച് വെക്കുകയാണ്. പക്ഷെ അവിടെ സ്നേഹമുണ്ടോ, ഇതിന്റെ ഭവിഷ്യത്ത് എന്താണ്, ഇതിന്റെ ഭാവി എന്താണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പൊ ഇവിടെ ആർക്കോ ആ ഒരു ബോധമുണ്ടെന്നാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളെ ഈ വ്യക്തി അവഗണിക്കുന്നത്? അതാണ് നമ്മൾ നോക്കുന്നത്. ഈ വ്യക്തി നിങ്ങളെ അവഗണിക്കാനുള്ള കാരണം എന്താണ്? ഇവിടെ ഡെവിൾ കാർഡ് റിവേഴ്സും 5 ഓഫ് കപ്സ് അപ്രൈറ്റുമാണ് വന്നിട്ടുള്ളത്. 5 ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നഷ്ടബോധം, എന്തോ ഒരു കാര്യം നഷ്ടമായി. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് അവഗണിക്കുന്നത് വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് ഒരു ഫ്യൂച്ചറിൽ പോസിബിൾ ആയിരിക്കില്ല എന്ന് പറഞ്ഞില്ലേ. ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ആയിരിക്കാം, രണ്ടുപേരും മാരീഡ് ആയിരിക്കാം. ഇവിടെ ഒരു സ്നേഹം വന്നാലും ഇതിനിടയിൽ ഫ്യൂച്ചറിലേക്ക് പോകാൻ പറ്റില്ല എന്നൊരു ബോധമുണ്ട്. അപ്പോ ഡെവിൾ കാർഡ് റിവേഴ്സ് വന്നിരിക്കുന്നത് ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരു നിങ്ങളുമായിട്ട് ഈ വ്യക്തി തുടങ്ങിയത് ഒരു രസത്തിലാണെങ്കിലും ഈ വ്യക്തി നിങ്ങളുമായിട്ട് സ്നേഹബന്ധത്തിലേക്ക് വരുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നൊരു അവസ്ഥയിലേക്ക് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ബേർഡൻ ആയിട്ട് മാറും. ഈ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തമാശയെല്ലാം മാറി രണ്ടുപേരും കൂടുതൽ അടുത്ത് കഴിയുമ്പോൾ പിരിയാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഉള്ളത്. ഇവിടെ സോൾമേറ്റ് കണക്ഷൻ റിവേഴ്സ് ആണ്. ഈ ഒരു എന്ന് വെച്ചാൽ എല്ലാം പോസിറ്റീവ് ആണ്. നിങ്ങളൊരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് വളരെ ഒബ്സസ്ഡ് ആയി പോകുമെന്നൊരു പേടി ഈ വ്യക്തിക്കുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിട്ടു പിരിയാൻ പറ്റില്ല എന്നൊരു പേടിയില്ലേ, അത് ഫ്യൂച്ചറിൽ വലിയൊരു തലവേദനയായിട്ട് മാറും. അപ്പൊ ചിലര് ഒളിച്ചോടും. അങ്ങനെ ഒരു ഒളിച്ചോട്ടത്തിലാണ് ഈ വ്യക്തി എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊരു നഷ്ടബോധമാണ്. നിങ്ങളെ കണ്ടതും നിങ്ങളെ പരിചയപ്പെട്ടതും നിങ്ങളുമായിട്ടൊരു ബന്ധം വന്നതും ഇതെല്ലാം ഒരു നഷ്ടബോധത്തിലാണ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങളെ പരിചയപ്പെട്ടത് കൊണ്ട് ഈ വ്യക്തി സ്നേഹം എന്താണെന്ന് അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ വ്യക്തി പലരെയും റിലേഷൻഷിപ്പിൽ ഉണ്ടാവും, പക്ഷെ ആരെയും സ്നേഹിച്ചിട്ടില്ല, എല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ഇപ്പൊ നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷനിൽ വന്നപ്പോൾ ഈ വ്യക്തി അറിയാതെ നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ട്. സ്നേഹിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല, പക്ഷെ ഇതിൽ വീണുപോയി, കംപ്ലീറ്റ് ആയിട്ട് വീണു. ഇത് നിങ്ങളെ ഇപ്പോ ഈ വ്യക്തിക്ക് കാണാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ഈ വ്യക്തി ട്രൈ ചെയ്യുകയാണ്. കാരണം ഫ്യൂച്ചറിൽ ഇതിൽ വലിയൊരു പ്രശ്നം വരും. നിങ്ങൾക്ക് ഈ വ്യക്തി ഇഷ്ടമാണ്, അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇവിടെ ഈ കാർഡ് റീഡിങ് കാണുന്നത്. പക്ഷെ ഈ വ്യക്തി നിങ്ങളെ അഗാധമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളെ കുറിച്ചുള്ള കാലത്ത് എഴുന്നേൽക്കുമ്പോൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു, ജോലിക്കിടയിൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു, ഏത് നേരെയും മറ്റുള്ളവരെ കാണുമ്പോൾ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നു, കിടക്കാൻ പോകുമ്പോൾ നിങ്ങളെ കുറിച്ച്, ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ട്രാപ്ഡ് ആണ് ഈ വ്യക്തി. അപ്പൊ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ സ്വീകരിക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. പക്ഷെ അതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നത്. നിങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല, നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടും ഇവിടെ ഒരു ഭാവി പോസിബിൾ അല്ലാത്തത് കൊണ്ടുമാണ് നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നത്. ചില സമയത്ത് നമ്മൾ അരുതാത്ത റിലേഷൻഷിപ്പിൽ ചെന്ന് കയറും. എന്ന് വെച്ചാൽ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ മാത്രമല്ല, ചിലപ്പോ എനിക്ക് പരിചയമുള്ളവര് കസിൻസിനെ തന്നെ വിവാഹം കഴിച്ചവരുണ്ട്. ഹിന്ദുക്കളും മുസ്ലിംസും അല്ല, ക്രിസ്ത്യൻസ് സ്വന്തം കസിനെ വിവാഹം കഴിക്കേണ്ടി വന്നത്. കാരണം സ്നേഹിച്ചു പോയി, എന്ത് ചെയ്യും. അതുപോലെ തന്നെ സ്വന്തം ചേച്ചിയുടെ മകളെ വിവാഹം കഴിച്ചവര്, പിന്നെ അമ്മയുടെ അനിയത്തിയെ വിവാഹം കഴിച്ചവര്, അങ്ങനെയുള്ള പലരെയും എനിക്കറിയാം.
അപ്പൊ ചില ബന്ധങ്ങൾ സൊസൈറ്റി അംഗീകരിക്കാത്ത ബന്ധങ്ങളാണ്. അതിനകത്ത് നമ്മൾ ചെന്ന് കയറുമ്പോൾ അതിൽ പെട്ടുപോകുന്നതാണ്, നമ്മൾ പ്രതീക്ഷിച്ച് കയറുന്നതല്ല. നമ്മൾ ചിലപ്പോ പ്രായത്തിലധികം വ്യത്യാസം ഉണ്ടാവില്ലായിരിക്കും, അങ്ങനെയെല്ലാം ചെന്ന് കയറുമ്പോൾ അത് പണിയായിട്ട് മാറും. അപ്പൊ അങ്ങനെ എന്തോ ഒരു അവസ്ഥയാണോ ഇവിടെ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു തരത്തിലും ഒരു പോസിബിലിറ്റി കാണാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഈ നിമിഷം. ഫ്യൂച്ചറിൽ എന്താവും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഈ നിമിഷം വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് ഈ വ്യക്തി. കാരണം ഈ വ്യക്തിക്ക് കുറ്റബോധമുണ്ട്, വളരെയധികം സ്നേഹമുണ്ട്, ഒരു തെറ്റ് ചെയ്ത പോലത്തെ ഒരു ഇതുണ്ട്, ഞാൻ അരുതാത്തതാണ് ചെയ്തിരിക്കുന്നത് എന്നൊരു ചിന്തയുണ്ട്. അപ്പൊ ആ ഒരു കാര്യം കൊണ്ടാണ് നിങ്ങൾ അവഗണിക്കുന്നത് കേട്ടോ. ഇവിടെ ജെമിനായി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനായി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഭവിഷ്യത്ത് ഭയങ്കര മോശമാകുമെന്ന് ഒരു പേടിയുള്ളത് കൊണ്ടാണ് നിങ്ങളെ അവഗണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ദൈവം ഒരു വഴി കാണിച്ചു തരട്ടെ എന്ന് ആശംസിക്കുന്നു. സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.